ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, അല്ലേ? സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ നമ്മൾ ഏതാണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ദ ലിംഗ്വിസ്റ്റിക് ബേസിസ് വരെയുള്ള ഭാഗം പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം പോയിന്റുകൾ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെ പ്രവർത്തികളാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ ഗവൺമെൻറ് രൂപീകരിച്ചു. അപ്പോൾ ഇന്ത്യ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യായിരുന്നു. നമ്മളൊരറ്റത്ത് നിന്ന് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം റെഫ്യൂജി പ്രശ്നങ്ങളൊക്കെ തീർത്തു, സ്റ്റേറ്റ് ഒക്കെ റീഓർഗനൈസ് ചെയ്തു. അപ്പോൾ അതിനിടയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, സാമ്പത്തികമായിട്ടുള്ളതാണ്, അല്ലേ? ഇവിടെ നമ്മുടെ ജവഹർലാൽ നെഹ്റു അയച്ചൊരു കത്തിൽ പറയുന്ന ഒരു കാര്യം നോക്കി, ഇൻ എനി റിയൽ സെൻസ് ഓഫ് ദ വേൾഡ് ദ ഫൈറ്റ് ഫോർ ഫ്രീഡം ഈസ് നോട്ട് ഓവർ, അല്ലേ? ഈ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഫ്രീഡം 47 കിട്ടിയത് കൊണ്ടാകുന്നില്ല. നമ്മൾ സത്യത്തിൽ ഈ പറയുന്ന ഫ്രീഡം അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സാമ്പത്തികമായും കൂടി അത് അച്ചീവ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് സാമ്പത്തിക ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അന്ന് മുതലേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുമ്പോൾ സമ്പന്ന രാജ്യം ആയിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ പല സ്ഥലങ്ങളിലും പട്ടിണിയും അത് കാരണം ഒരുപാട് മരണങ്ങളൊക്കെ നടന്ന് അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നത്തിൽ കഴിയും നമ്മുടെ ഇന്ത്യയെ എങ്ങനെ കരകയറ്റും. അപ്പോൾ അത് ചിന്തിച്ച് പല 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 മെത്തേഡുകൾ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ നടന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നുണ്ട് 38, ബോംബെ പ്ലാൻ വരുന്നുണ്ട് 44, MN റോയിയുടെ പീപ്പിൾസ് പ്ലാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങൾ വെച്ചിട്ട് JC കുമാരപ്പയുടെ പ്ലാൻ വരുന്നുണ്ട്. അതുപോലെ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നുണ്ട് 50. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നു. അപ്പോൾ പ്ലാൻ ചെയ്യണം, അല്ലെ? എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകാൻ പോകുന്നത്? നമ്മളൊരു ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കുമോ, നമ്മൾ സോഷ്യലിസം ആയിരിക്കുമോ ഫോളോ ചെയ്യുന്നത്? അപ്പോൾ നെഹ്റുവും ഈ പറയുന്ന നേതൃത്വത്തിലുള്ള ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷനൊക്കെ തീരുമാനിച്ചു, നമ്മൾ സോഷ്യലിസത്തിലോട്ടും പൂർണ്ണമായിട്ട് പോകണ്ട, ക്യാപിറ്റലിസത്തിലോട്ട് പോകണ്ട, പിന്നെ എന്തിലോട്ട് പോകാം, രണ്ടും കൂടി ചേർത്ത് വരുന്ന ഒരു മിക്സഡ് എക്കോണമി നമുക്ക് എന്ത് ചെയ്യാം, രൂപീകരിക്കാം. മിക്സഡ് എക്കോണമിയിൽ എന്തിനാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന കേന്ദ്രീകൃത പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കേണ്ടത്, എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗവൺമെൻറ് തീരുമാനിക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ പ്രൈവറ്റുകാർക്കും അവരുടേതായ രീതിയിൽ പോകാനുള്ള അവസരവും നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? 5 ഇയർ പ്ലാനുകളിലൂടെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇതിലൂടെയാണ് 5 ഇയർ പ്ലാൻ. കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, USSR. വെൽത്ത് ആൻഡ് ദ വേൾഡ് പഠിച്ച് നിങ്ങൾക്ക് പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ USSR ഒരു സോഷ്യലിസം ഫോളോ ചെയ്യുന്ന രാജ്യമായിരുന്നു. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള USSR നടത്തിയിരുന്ന ഒരു സംഭവമാണ് 5 ഇയർ പ്ലാൻ. വരാൻ പോകുന്ന 5 വർഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കേണ്ടത്, ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനൊക്കെയാണ് ശ്രദ്ധ കൊടുക്കണം എന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുന്നതിനാണ് പ്ലാനിംഗ് കമ്മീഷനും അതുപോലെ 5 ഇയർ പ്ലാൻ എന്ന് പറയും. അപ്പോൾ ഇന്ത്യ എങ്ങനെ 1951 5 ഇയർ പ്ലാൻ ലോഞ്ച് ചെയ്യും. 5 ഇയർ പ്ലാൻ വരുന്നതോടുകൂടി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇപ്പോൾ 51, 52, 53, 54, 55 വരെ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യ നേരിടുന്ന അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ആഹാരം കിട്ടാത്ത അവസ്ഥയാണ്, പട്ടിണിയാണ്, പോവർട്ടിയാണ്, പ്രധാനമായിട്ടും പട്ടിണിയാണ്, ഫുഡ് സെക്യൂരിറ്റി ഇല്ല. അപ്പോൾ കാർഷിക മേഖലയെ വളർത്തിക്കൊണ്ടുവന്നാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ കാർഷിക മേഖലയെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ കൃഷിയെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ കൃഷിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, ജലം, നല്ല മണ്ണ് എന്തായാലും ഉണ്ട്, ജലസേചനം വേണം, അല്ലെ? ജലം എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വർഷം മുഴുവനും കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ലോഞ്ച് ചെയ്യാൻ പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പോയിന്റ് എങ്ങനെ പഠിക്കും, നമ്മൾ എക്കണോമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഇന്ത്യ ആദ്യം അഡോപ്റ്റ് ചെയ്തത് എന്താണ്? ഇന്ത്യ ഒരു മിക്സഡ് എക്കോണമി അഡോപ്റ്റ് ചെയ്തു. ഇന്ത്യ എന്തുകൊണ്ടുവന്നു? ഒരു മിക്സഡ് എക്കോണമി അഡോപ്റ്റ് ചെയ്തു. അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ ഇവിടെ പറയും, മലയാളത്തിൽ പറയും. അതിൻ്റെ ഭാഗമായി നമ്മൾ എന്ത് കൊണ്ടുവന്നു? 5 ഇയർ പ്ലാനുകൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ എന്ത് കൊണ്ടുവന്നു? 5 ഇയർ പ്ലാനുകൾ കൊണ്ടുവന്നു. മലയാളത്തിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പറയാൻ നോക്കി, ഈവൻ ദോ വി ഗെയിൻഡ് ദ ഇൻഡിപെൻഡൻസ് ഇൻ 47, ഇന്ത്യ ഹാസ് ന്യൂമറസ് എക്കണോമിക് പ്രോബ്ലംസ് ദാറ്റ് നീഡ് ടു ബി റിസോൾവ്. അതിലാദ്യമാണ് നോക്കിയ നെഹ്റുവിൻ്റെ ഇനിഷ്യേറ്റീവിലൂടെ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവരുന്നു. 1950 മാർച്ച് വർഷം പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? സോവിയറ്റ് യൂണിയൻ്റെ അതേ മോഡലിൽ നമ്മൾ 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നു.
അതുപോലെ നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്തു? ഒരു മിക്സഡ് എക്കോണമിയും അഡോപ്റ്റ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോട്ട് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നോക്കി, സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ ഇക്കോണമി നമ്മൾ ആദ്യം എന്ത് കൊണ്ടുവരുന്നു? നമ്മൾ പോവർട്ടിയും ഫുഡ് ഷോർട്ടേജും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? നമുക്ക് കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ എയിം എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് കൊണ്ടുവന്നു? ഈ പറയുന്ന മിക്സഡ് എക്കോണമിയും അതുപോലെ തന്നെ 2 പ്രൈവറ്റ് പബ്ലിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ലോഞ്ച് ചെയ്യുന്നു? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ലോഞ്ച് ചെയ്യുന്നു 51 മുതൽ 56 വരെ. ഓക്കെ, 51 മുതൽ 56 വരെ 5 കൊല്ലം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? കൃഷിക്കും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ജലസേചനം അഥവാ ഇറിഗേഷനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്തു. നമുക്ക് എല്ലാം ഒന്നും പഠിക്കണം, നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മതി. സോ ദ മെയിൻ പ്രോബ്ലം ഓഫ് ദ ഇൻഡിപെൻഡന്റ് ഇന്ത്യ വെയർ ഫുഡ് സ്കേഴ്സിറ്റി ആൻഡ് പോവർട്ടി. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ എന്തിന് എംഫസൈസ് കൊടുത്തു? അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് അഥവാ കൃഷിക്ക് എംഫസൈസ് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസും പവർ ജനറേഷനും വേണ്ടി വന്നു. അതെ, കൃഷിയും വേണം, അതുപോലെ ഊർജ്ജം, അല്ലെ നമുക്ക് പമ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഊർജ്ജവും വേണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം എന്തുവാണ്? ഡാമുകളാണ്. ഓക്കെ, മോഡേൺ ഇന്ത്യയുടെ അമ്പലങ്ങൾ എന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാണ് എന്തിനെ? ഡാമുകൾ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈ പറയുന്ന മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ എന്ന് പറയും. കാരണം ഒരു ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പല പർപ്പസാണ് അല്ലേ? ജലസേചനം നടക്കും, പവർ ഉൽപ്പാദനം നടക്കും, ടൂറിസം നടക്കും, മത്സ്യം വളർത്താൻ പറ്റും, അങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ പറയും. അങ്ങനെ നമ്മൾ കുറേ എണ്ണം കൊണ്ടുവന്നു. അതിൽ 3 ടെസ്റ്റ് പറയുന്നുണ്ട്, പഠിക്കണം. ഒന്ന്, സത്ലജ് നദിയിലെ ഭക്രാനങ്കൽ പദ്ധതി, അതുപോലെ ദാമോദർ വാലി പ്രോജക്റ്റ്, മഹാനദിയിലുള്ള ഹിരാക്കുഡ്. ദാമോദർ നദിയിലാണ്. ഹിരാക്കുഡ് ഡാം എവിടെയാണ്? മഹാനദിയിൽ പോലെയുള്ള കൊണ്ടുവന്നു. അങ്ങനെ പവർ ജനറേഷനും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇറിഗേഷനും അച്ചീവ് ചെയ്തു. സോ പവർ ജനറേഷൻ വെയർ നെസസറി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഫോർ ദിസ് പർപ്പസ് എന്താണ് എഫേർട്സ് വെയർ മെയ്ഡ് ടു കൺസ്ട്രക്ട് ഡാംസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ് ഭക്രാനങ്കൽ, സത്ലജില്, ദാമോദർ വാലി പ്രോജക്ട് ദാമോദറിൽ, ഹിരാക്കുഡ് മഹാനദിയിൽ എന്നിങ്ങനെയുള്ള പല പല പ്രോജക്റ്റുകൾ എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് 1ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മലയാളത്തിലും സെയിം തന്നെ, വാക്കുകൾക്ക് പോലും വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഇനി ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 2ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ കൃഷി ഏതാണ്ട് സോൾവ് ആയി, അല്ലെങ്കിൽ പട്ടിണി ഏതാണ്ട് മാറി. അടുത്തെന്താണ്? തൊഴിൽ കിട്ടണം, കാശ് കിട്ടണം അല്ലെ? നെല്ല് വാങ്ങണമെങ്കിൽ, അരി വാങ്ങണമെങ്കിൽ കാശ് വേണം, കാശ് വേണമെങ്കിൽ ജോലി വേണം. അന്ന് നമ്മുടെ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കര സംഭവം. അപ്പോൾ തൊഴിലില്ലായ്മ മാറണമെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ എല്ലാവർക്കും ജോലി കൊടുക്കാൻ സർക്കാരിന് പറ്റത്തില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഈ പറയുന്ന സ്പോൺസർഷിപ്പിൽ വ്യവസായശാലകൾ ഉണ്ടാക്കണം. നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഭാഗത്തൊക്കെ ഇരുമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉരുക്ക് എന്ന് പറയുന്ന സാധനം അറിയാലോ, ഇരുമ്പിനെ ഉരുക്ക് സ്റ്റീലാക്കുന്ന പരിപാടി. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ഒരുപാട് ഖനികളുണ്ട്. നമ്മൾ മെറ്റൽസിൽ പഠിച്ചതാണ് അല്ലെ? ഹാമറ്റേറ്റും മാഗ്നറ്റേറ്റും ഒക്കെ പഠിച്ചത്. ആ ഖനികളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? ഉൽപ്പാദിപ്പിക്കാം. അതിനെ സ്റ്റീലാക്കി മാറ്റിയാൽ നമുക്ക് ഇന്ത്യയിലും ഉപയോഗിക്കാം, അതുപോലെ തന്നെ വിദേശത്തോട്ട് കയറ്റുമതി ചെയ്യാനും പറ്റും. അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി 2ാം 5 ഇയർ പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെയാണ് ബൈ അച്ചീവ് നാഷണൽ പ്രോഗ്രസ് ബൈ സ്ട്രെങ്തനിങ് ദ പബ്ലിക് സെക്ടർ ത്രൂ ഇൻഡസ്ട്രീസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിദേശ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിക്കുന്നു. ആ സ്റ്റീൽ പ്ലാന്റുകളിൽ നിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റീൽ പ്ലാന്റ് ആണ് വന്ന് ആദ്യം ഒഡീഷ അല്ലെ, ഒരു റൂർക്കേല അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജർമ്മനിയുടെ സഹായത്തോടു കൂടി. അടുത്ത് ഭിലായ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഛത്തീസ്ഗഡിൽ സോവിയറ്റ് യൂണിയൻ അഥവാ USSRന്റെ സഹായത്തോടെ. ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ യുണൈറ്റഡ് കിങ്ഡം അഥവാ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ. ബൊക്കാരോ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ജാർഖണ്ഡ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ. ഇങ്ങനെ എത്ര? 1, 2, 3, 4 പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റുകൾ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന വിദേശ സഹായത്തോടു കൂടി രൂപീകരിക്കുന്നു. അപ്പോൾ ഏത് പ്ലാന്റ്, ഏത് സംസ്ഥാനം, ഏത് രാജ്യത്തിൻ്റെ സഹായം എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തു വയ്ക്കുക, റൂർക്കേല ഒഡീഷ ജർമ്മനി. നിങ്ങൾ എന്നിങ്ങനെ ഓർത്തു വയ്ക്കണം? ROG എന്ന് ഓർത്തു വെച്ചാൽ മതി. റോഗ് അല്ലെ, ROG എന്തൊക്കെയാണ്? റൂർക്കേല, ഒഡീഷ, ജർമ്മനി. അടുത്ത് വരുന്നതാണ് എന്ത്? BCS. നമ്മൾ TCS എന്നൊക്കെ പറയുമ്പോൾ BCS ഭിലായ്, ഛത്തീസ്ഗഡ്, സോവിയറ്റ് യൂണിയൻ. അടുത്ത് വരുന്നതാണ് എന്ത്? DWU. അത് നിങ്ങൾക്ക് ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മാക്സ് ഫോളോയിങ്ങൊക്കെ വരുന്നത്. ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ, യുണൈറ്റഡ് കിങ്ഡം. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ബൊക്കാറോ, ജാർഖണ്ഡ്, സോവിയറ്റ് യൂണിയൻ, BJS എന്നിങ്ങനെ ഓർത്തു വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് ഉപയോഗിക്കാം. ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി കോഡുകൾ പല സ്ഥലത്തായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പല കോഡുകളും എനിക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരാനും പറ്റത്തില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
അതുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കോഡുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ നോക്കുക. റൂർക്കേല ഒഡീഷ ജർമ്മനി, ഭിലായ് ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാരോയും സോവിയറ്റ് യൂണിയനാണ്, പക്ഷെ എവിടെയാണ്, ജാർഖണ്ഡിലാണ്. അപ്പൊ എങ്ങനെ ഓർത്ത് വയ്ക്കാം, ഭിലായി എന്ന് പറയുമ്പോൾ നമുക്ക് ഛത്തീസ്ഗഡ്, ഈ ബൊക്കാരോ എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയില്ല, ആദിവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ എസ് ടി കമ്മ്യൂണിറ്റിയൊക്കെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണെന്ന് പറയുന്നത് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ബൊക്കാരോ എന്ന് പറയുന്ന പേരും അതുമായിട്ടൊക്കെ ഒരു റിലേഷൻ നമുക്ക് തോന്നുന്നില്ലേ. അപ്പൊ ബൊക്കാരോ ജാർഖണ്ഡിലാണ്, ഭിലായി ആണ് ഇവിടെ ഛത്തീസ്ഗഡില്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, അല്ലെ ദുർഗാ പൂജയൊക്കെ വെസ്റ്റ് ബംഗാളല്ലേ കൂടുതൽ നടക്കുന്നത്, അല്ലെ ദുർഗാ പൂജയൊക്കെ. അപ്പൊ ദുർഗാ പൂജ നടത്തുന്ന ദുർഗാപൂർ എവിടെയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. അത് ഇംഗ്ലണ്ടിന്റെ സഹായത്തോട്, കാരണം വെസ്റ്റ് ബംഗാളിലാണല്ലോ ആദ്യം ഈ പറയുന്ന ബ്രിട്ടീഷുകാർ വന്നിട്ട് വല്ല ബാറ്റിൽ ഓഫ് പ്ലാസി ഒക്കെ നടത്തുന്ന ആ ഒരു മേഖലയിലല്ലേ. അപ്പൊ അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ സഹായിച്ചത് വെസ്റ്റ് ബംഗാളിന്. അവർ പണ്ട് വന്ന സ്നേഹത്തിന്റെ പുറത്ത് എന്ന് വിചാരിക്കുക. ആദ്യം ഗുജറാത്തിൽ വന്നെങ്കിലും പിന്നീട് അവരെങ്ങോട്ട് പോകുന്നുണ്ട്, കറങ്ങി വെസ്റ്റ് ബംഗാളിന്റെ ഭാഗത്താണ് പോകുന്നത്, അല്ലേ. നവാബ് സിറാജു ദൗളയൊക്കെ ആയിട്ട് യുദ്ധം നടക്കുന്ന ബാറ്റിൽ ഓഫ് പ്ലാസിയൊക്കെ. അപ്പൊ യുണൈറ്റഡ് കിങ്ഡം സഹായിച്ചത് വെസ്റ്റ് ബംഗാൾ, അല്ലേ. ജർമ്മനി ഒഡീഷയാണ് സഹായിച്ചത്. എന്നാൽ ഛത്തീസ്ഗഡിനെയും ജാർഖണ്ഡിനെയും സഹായിച്ചത് ആരാണ്, നമ്മുടെ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. സെറ്റ് അല്ലേ. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനും അതുപോലെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് പബ്ലിക് സെക്ടറിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിലുടനീളം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് രൂപീകരിച്ചു. സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയണ്ടല്ലോ, അല്ലേ. എടുത്ത് കാണുമല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഫസ്റ്റ് സ്ക്രീൻഷോട്ട് ഇതാണ്, എടുക്കുക. രണ്ടാമത് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത മൂന്നാമതായിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, കിട്ടും. അപ്പോൾ ഇതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ടെക്നിക്കൽ ഹെൽപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കാമല്ലോ ഏതൊക്കെയാണ്. ഫസ്റ്റ് വാക്ക് എന്തുവാണ്, ROG, അല്ലേ. റൂർക്കേല, ROG എന്ന് പറയുമ്പോൾ എന്തുവാണ്, റൂർക്കേല ഒഡീഷ ജർമ്മനി. അടുത്ത TCS അല്ല, BCS, ഭിലായ് ഛത്തീസ്ഗഡ്, അതുപോലെ സോവിയറ്റ് യൂണിയൻ. അടുത്താണെങ്കിൽ ദുർഗാ പൂജ നടത്തുന്ന വെസ്റ്റ് ബംഗാളിൽ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർ സഹായിച്ചു. അപ്പൊ എന്തുവാണ്, ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിൽ ആരുടെ സഹായത്തോടു കൂടി, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സഹായത്തോട് കൂടി. നെക്സ്റ്റ് വരുന്നതാണ് എവിടെ, ബൊക്കാരോ. ബൊക്കാരോ എവിടെയാണ്, ജാർഖണ്ഡിലാണ്. ആരുടെ സഹായത്തോടെ, ഈ പറയുന്ന സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 5 ഇയർ പ്ലാനുകൾ പിന്നീടും ഉണ്ടായിരുന്നു. 2015 നീതി ആയോഗ് വരുന്നത് വരെ നമ്മൾ 5 ഇയർ പ്ലാൻസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് അത് മാറിയിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് മാറുമ്പോൾ, കോൺഗ്രസും അല്ലാത്ത ഗവൺമെന്റ് വന്നപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സമയത്തും ഇടയ്ക്ക് ഇത് റോളിംഗ് പ്ലാനൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് അറിയണ്ട. പിന്നീടുള്ള സമയത്ത് നമ്മൾ സെൽഫ് സഫിഷ്യൻസി, എഡ്യൂക്കേഷൻ, എനർജി ജനറേഷന് വേണ്ടിയിട്ടൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 5 ഇയർ പ്ലാനുകൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഇതൊരു വശത്തൂടെ നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും എന്തായിരുന്നു, കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നമായിരുന്നു. സോറി, ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ. ഓക്കെ, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും വാക്കുകൾക്ക് പോലും വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ച് മലയാളം ടെക്സ്റ്റ് ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് വായിച്ചു തരാത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണുമല്ലോ, പേരെല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഭൂപരിഷ്കരണത്തിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ കൃഷിക്ക് എന്ത് വേണം, നമുക്കറിയാലോ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന വസ്തുക്കളൊക്കെ ഈ ജന്മിമാരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ജന്മിമാരുടെ കയ്യിൽ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഭൂമിയിൽ ഈ പറഞ്ഞ സാധാരണക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നു, അതിന്റെ കരം പിരിക്കുന്നു, അതിന്റെ ഒരു ഭാഗം ഇവരെടുക്കുന്നു, ഒന്ന് ബ്രിട്ടീഷിന് കൊടുക്കുന്നു. അതായത് അവിടുത്തെ രീതി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ റൈറ്റ് വാരി, മഹൽ വാരി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ഭൂമി ഒരാളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ കുഴപ്പം എന്താ, അവർക്ക് ഇഷ്ടമുള്ളത് കൃഷി ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം, അതിൻ്റെ ഒരു നല്ല പങ്ക് അവർക്ക് തന്നെ കിട്ടും. അപ്പൊ സാധാരണക്കാരന് അതുകൊണ്ട് ഗുണമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലാൻഡ് റിഫോംസ് അഥവാ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. എന്നുവെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഭൂമിയുടെ അളവിൽ ഒരു ലിമിറ്റ് വെച്ചു. അതായത് ഞാനിപ്പോൾ ഒരു ജമ്മിയാന്ന് വിചാരിക്കുക, എൻ്റെ കയ്യിൽ 100 ഏക്കർ വസ്തു. സർക്കാർ പറയുന്നു ഇനി മുതൽ 100 ഏക്കർ പറ്റത്തില്ല, ഒരു വ്യക്തിയുടെ കയ്യിൽ ആകെപ്പാട് 50 ഏക്കർ ഭൂമി ഉണ്ടാവാൻ പാടുള്ളൂ. എങ്കിൽ എൻ്റെ പറയുന്ന 100-ൽ നിന്ന് 50 എനിക്ക് കിട്ടും, ബാക്കി 50 എന്തായി, മിച്ച ഭൂമിയെ. ഈ മിച്ച ഭൂമി ആർക്ക് കൊടുക്കും, ആ നാട്ടിലെ തന്നെ ഈ സ്വന്തമായി വസ്തു ഇല്ലാത്ത ജനങ്ങൾക്ക് ഈക്വലായിട്ട് എന്ത് ചെയ്തു, വീതിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഭൂപരിഷ്കരണ നിയമം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഇത് ജനങ്ങൾക്ക് നല്ലതാണ്, ജമ്മിമാർക്ക് അത്ര ഇഷ്ടമാണ്. എന്നാൽ ഈ ജമ്മിമാർക്ക് ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഭൂദാൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ കാണുന്ന ആളാണ് വിനോബ ഭാവെ, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്പിരിച്വൽ സക്സസർ എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് ആര്, വിനോബ ഭാവെ. അപ്പൊ വിനോബ ഭാവെ ഈ പോച്ചമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഭൂദാന പ്രസ്ഥാനം. ജനങ്ങളെ ബോധവൽക്കരിച്ചു. അതായത് ജനങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ വസ്തുവിന്റെ 1/6 ഭാഗം എന്ത് ചെയ്യുക, സാധാരണക്കാരന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പല ഈ പറയുന്ന ഒരുപാട് ഭൂസ്വത്തുള്ള ഭൂ ഉടമമാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ വസ്തുക്കൾ ദാനം ചെയ്തു.
ഈ ദാനം ചെയ്തു, അപ്പോൾ ഭൂമി ദാനം ചെയ്യുന്നു, അതുകൊണ്ടാണ് അതിന് ഭൂദാൻ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഗവൺമെന്റ് എന്ത് ചെയ്തു, നിയമപരമായിട്ട് കൊണ്ടുവരുവാണ്. അതായത് JC കുമാരപ്പ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അഗ്രേരിയൻ റിഫോംസ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ അഗ്രേരിയൻ റിഫോം കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്താണ്, നെഹ്റു ചെയർമാനായ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം രൂപീകരിക്കുകയാണ്. അങ്ങനെ JC കുമാരപ്പ വരുന്നു, അവരെന്ത് ചെയ്യുന്നു, എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലാൻഡിന്റെ അളവിൽ ലിമിറ്റ് കൊണ്ടുവരികയും ബാക്കിയുള്ള സർപ്ലസ് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഭൂദാനം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, land reform was a significant step that initiated remarkable changes in the agricultural sector in the independent India. Aim എന്തായിരുന്നു, to set a limit on the amount of land an individual could own. ഒരു വ്യക്തി ഓൺ ചെയ്യുന്ന ലാൻഡിൽ ലിമിറ്റ് കൊണ്ടുവരും. സോ ദ ഐഡിയ ഓഫ് ലാൻഡ് റിഫോംസ് പണ്ടേ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഈ ഭൂദാന മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞത്. സോ നോക്കിയേ, നെഹ്റു ചെയർമാനായ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിന്റെ പേരാണ് അഗ്രേരിയൻ റിഫോം കമ്മിറ്റി. ആരുടെ ലീഡർഷിപ്പിൽ, JC കുമാരപ്പയുടെ ലീഡർഷിപ്പിൽ. അദ്ദേഹം ഗാന്ധിയനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം എന്ത് പറ്റുന്നു, നമുക്ക് ലാൻഡ് ഇംപ്ലിമെന്റേഷൻ ലാൻഡിന്റെ അളവിൽ ലിമിറ്റ് കൊണ്ടുവരികയും സർപ്ലസ് ലാൻഡ് എന്ത് ചെയ്തു, സാധാരണ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫുഡ് പ്രൊഡക്ഷന്റെ അളവ് കൂട്ടാനും അതുപോലെ പോവർട്ടി ഇല്ലാതാക്കാനും ഈ പ്രക്രിയയിലൂടെ സാധിച്ചു. ഇതാണ് സംഭവം ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭൂപരിഷ്കരണം. ഓക്കെ, എന്താണ് ഭൂപരിഷ്കരണ നിയമം എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. സ്വതന്ത്ര ഇന്ത്യയിലെ കർഷക രംഗത്ത് പ്രധാനപ്പെട്ട ഒരു മാറ്റം കുറിച്ചതാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ കൈവശം വയ്ക്കാവുന്ന ഭൂമിയിൽ എന്ത് ചെയ്തു, പരിധി നിശ്ചയിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഇത് മുമ്പ് എന്തായിരുന്നു, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എന്ത് പറ്റുന്നു, പുതിയൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു, അഗ്രേരിയൻ റിഫോം കമ്മിറ്റി അഥവാ കാർഷിക പരിഷ്കരണ കമ്മിറ്റി. അതിന്റെ ശുപാർശ പ്രകാരമാണ് ഈ പറയുന്ന കാര്യം നിലവിൽ വരുന്നത്. അങ്ങനെ ഓർത്ത് വയ്ക്കാം, സിമ്പിൾ അല്ലേ. അപ്പൊ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് റിഫോംസ് എന്ന് പറയും. ഓക്കെ, ലേറ്റർ 5 year പ്ലാൻസ് കഴിഞ്ഞിട്ട് ലാൻഡ് റിഫോംസ് ഓർത്ത് വയ്ക്കുക. പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കും, ഫസ്റ്റ് മീനിങ് ആൻഡ് എയിം. എന്തായിരുന്നു ലാൻഡ് റിഫോംസിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ലാൻഡ് റിഫോം മീൻസ് എന്താണ്, ഫിക്സിങ് എ ലിമിറ്റ് ഓൺ ലാൻഡ് ഓണർഷിപ്പ് ടു എൻഷുവർ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. അല്ലെ, ലാൻഡിന്റെ അളവ് ലിമിറ്റ് തീരുമാനിക്കുന്നു. പ്രധാന എയിം എന്തായിരുന്നു, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, അതുപോലെ കാർഷിക മേഖല ഇംപ്രൂവ് ചെയ്യും. അതിന് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, ഇൻഡിപെൻഡൻസിന് മുന്നേ ഇതുണ്ടായിരുന്നു. എന്നാൽ ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ഒരു അഗ്രേരിയൻ റിഫോം കമ്മിറ്റി JC കുമാരപ്പയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നു. ഏതിന്റെ പ്രകാരം, ജവഹർലാൽ നെഹ്റു ചെയർമാനായ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. ഇംപ്ലിമെന്റേഷൻ നടന്നു. എ ലോ വാസ് പാസ്ഡ്. എന്തിനു വേണ്ടിയിട്ട്, ടു സെറ്റ് ദ ലിമിറ്റ് ഓൺ ഹൗ മച്ച് ലാൻഡ് വൺ പേഴ്സൺ കുഡ് ഓൺ. സർപ്ലസ് ലാൻഡ് എന്ത് ചെയ്തു, ഈ ആൾക്കാർക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു, പോവർട്ടി റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ എന്താണ്, ലാൻഡിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതിലൂടെ പട്ടിണി മാറ്റാനും നമുക്ക് സാധിച്ചു. ഇതാണ് രണ്ടാമത്തെ പരിപാടി. ഇനി അടുത്തതിലോട്ട് പോകാമല്ലോ. കുറച്ച് അധികം പോയിന്റുകൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം. ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഈ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് പോലെയുള്ള പരിപാടികളായിരുന്നു ഇന്ത്യയിൽ അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ സാധാരണ വീട്ടിലുള്ളവരൊക്കെ ചേർന്നിട്ട് അടുത്തുള്ളവർ ചേർന്നിട്ട് ഒരു പാടം എടുക്കുന്നു, കൃഷി ചെയ്യുന്നു, വലവെടുക്കുന്നു. പക്ഷേ ആ രീതിയിൽ കൃഷി ചെയ്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഭക്ഷ്യമേഖലയെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കൃഷിയിൽ നിന്ന് മാക്സിമം നമുക്ക് ഈൽഡ് ഫലം കിട്ടണം. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ കൊണ്ടുവരണം, നമുക്ക് നല്ല ഇനം വിത്തുകൾ വേണം. നമ്മളതിന് ഹൈ ഈൽഡ് വെറൈറ്റി സീഡ് എന്ന് പറയും. എന്താണ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്. അതുപോലെ മോട്ടറും പമ്പ് സെറ്റും കിണറും ഒക്കെ ഉപയോഗിച്ചിട്ട് പുതിയ രീതിയിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരണം. ഈ പറയുന്ന സാധാരണ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം വലിയ ഈൽഡ് ഉണ്ടാകത്തില്ല. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊണ്ടുവരണം, കളനാശിനികൾ കൊണ്ടുവരണം. അങ്ങനെ മോഡേൺ മെഷീൻസിന്റെ ഒക്കെ സഹായത്തോടുകൂടി കൃഷിയെ ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. നോർമൻ ബോർലോ എന്ന് പറയുന്ന ആളാണ് ഇത് വേൾഡിൽ കൊണ്ടുവന്നതെങ്കിലും ഇന്ത്യയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓക്കെ, അപ്പോൾ MS സ്വാമിനാഥൻ എന്ന് പറയുന്ന അദ്ദേഹം 1960 സമയത്ത് പുതിയൊരു പദ്ധതി രൂപീകരിക്കുന്നു. അതിന്റെ പേരാണ് ഗ്രീൻ റവല്യൂഷൻ. എന്തുകൊണ്ടാണ് റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്? അപ്പൊ ഇത് കുറച്ച് റിഫോംസ് ആണെങ്കിലും ഇത് വളരെ വലിയ രീതിയിൽ നമ്മുടെ ഇന്ത്യയുടെ കാർഷിക മേഖലയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവരുന്നതിനാണല്ലോ നമ്മൾ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിന് ഹരിത വിപ്ലവം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ സംഭവം, ദ ഇനിഷ്യേറ്റീവ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ഫ്രം 1960 1960 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. നമ്മുടെ ആഹാര നിർമ്മാണം നമുക്ക് വിദേശത്തെ രാജ്യങ്ങളെ ആഹാരത്തിന് വേണ്ടി എങ്കിലും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല, അതെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇതിനെയാണ് നമ്മൾ റവല്യൂഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ എന്തൊക്കെയായിരുന്നു, ഓക്കെ, കളക്റ്റീവ് എഫേർട്ട് ഓഫ് നാഷണൽ ലീഡേഴ്സ് ആൻഡ് സയന്റിസ്റ്റ്. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്.
ഹെൽപ്ഡ് ഇന്ത്യ അച്ചീവ് ഫുഡ് സഫിഷ്യൻസി. ദ ഗ്രീൻ റെവല്യൂഷൻ, അപ്പോൾ നോക്കാം, ദ ഗ്രീൻ revolution began with the aim of enhancing the agricultural sector and achieving self-sufficiency in food production. The changes achieved in the agricultural sector in a short period of time by the use of high yield variety seed, irrigation facilities, chemical fertilizers, pesticides, modern machines കൊണ്ടുവരുന്ന ഇതിനെയാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൃഷിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹൈ yield വെറൈറ്റി സീഡുകളും പെസ്റ്റിസൈഡും കെമിക്കൽ ഫെർട്ടിലൈസറും മോഡേൺ മെഷീൻ്റെ സഹായത്തോടുകൂടി കൃഷിയെ ആധുനികവൽക്കരിക്കുന്ന പരിപാടിയാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ചെടികളാണല്ലോ വരുന്നത്, അതുകൊണ്ടാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. 1960 മുതൽ 70 വരെ ഒന്നാം ഘട്ടമായിട്ടും 70 മുതൽ 80 വരെയുള്ള രണ്ടാം ഘട്ടമായിട്ടുമാണ് ഇത് നടത്തുന്നത്. പിതാവാണ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരെന്ന രീതിയിൽ വൺ വേർഡ് ചോദിക്കാം, ഡോക്ടർ MS സ്വാമിനാഥൻ. ഇതൊരു GK ചോദ്യം കൂടെയാണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആരെ താഴെ കാണുന്ന ആള്? ഇദ്ദേഹമാണ് വർഗീസ് കുര്യൻ. നിങ്ങളെല്ലാവരും അമൂൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അമൂൽ, ഈ അമൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ത്യയിൽ പാൽ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരത്തിൽ മോഡേൺ ടെക്നോളജികൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. ആദ്യമായിട്ട് ഗുജറാത്തിലെ ആനന്ദ് എന്ന ഗ്രാമത്തിൽ തുടങ്ങി. അതുകൊണ്ടാണ് അവിടെ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് വന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് കേരളത്തിലെ മിൽമ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പാൽ ഉൽപ്പാദനം കൊണ്ടുവരാൻ വേണ്ടി വന്നു. അപ്പോൾ അതിനെന്ത് വിളിക്കും? ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ എന്ന് വിളിക്കും. അതുപോലെ നമുക്കൊരു ബ്ലൂ റെവല്യൂഷൻ ഉണ്ട്. എന്താണ്? മീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിഷ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല പല വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവം കാർഷിക മേഖലയ്ക്ക്, വൈറ്റ് റെവല്യൂഷൻ അഥവാ ധവള വിപ്ലവം പാൽ ഉൽപാദനം, ബ്ലൂ റെവല്യൂഷൻ എന്തുവാണ്? മീനിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മറൈൻ ഫിഷ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത്തരം പല വിപ്ലവങ്ങൾ വന്ന് നമ്മൾ കാർഷികപരമായിട്ട് ഇമ്പ്രൂവ് ആയി. അപ്പോൾ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? എക്കണോമിക്കലി നമുക്ക് മുന്നോട്ട് വരണം. അപ്പോൾ ആദ്യ പ്രശ്നം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിന് 5 year പ്ലാൻ കൊണ്ടുവന്നു, ഡാമുകൾ കൊണ്ടുവന്നു, കൃഷി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. അടുത്ത കൃഷിക്ക് മറ്റാവശ്യങ്ങൾക്കൊക്കെ പൈസ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടുവന്നു. നമ്മുടെ ഭൂമിയിൽ നമുക്ക് നാച്ചുറലി കിട്ടിയ ഇരുമ്പിനെയൊക്കെ നമ്മൾ ഉരുക്കി കയറ്റുമതിയൊക്കെ ചെയ്ത് നമ്മൾ സാമ്പത്തികമായ അഭിവൃദ്ധി കിട്ടി വന്നു. അപ്പോൾ കൃഷി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കൃഷിക്ക് ഇനി അടുത്ത കൃഷിയാണല്ലോ മെയിൻ. നമ്മുടെ കേരളം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഷികമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള രാജ്യമല്ലേ. അപ്പോൾ ലാൻഡ് കിട്ടാൻ വേണ്ടി ലാൻഡ് റിഫോം കൊണ്ടുവന്നു. ആ ലാൻഡിൽ നിന്ന് മാക്സിമം യൂട്ടിലൈസേഷൻ കിട്ടാൻ വേണ്ടി ഹരിത വിപ്ലവവും അതുപോലെ ധവള വിപ്ലവവും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ബ്ലൂ റെവല്യൂഷനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സാമ്പത്തികപരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കിടങ്ങളായി വരിക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ലോണും മറ്റു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. ആദ്യത്തെ പ്രശ്നം ആഹാരമില്ല. അപ്പോൾ ആഹാരം നമ്മൾ കൂട്ടാനായിട്ട് 5 year പ്ലാനൊക്കെ കൊണ്ടുവന്നു. ആഹാരം കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കൃഷി ചെയ്യാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ ലാൻഡ് കൊടുത്തു. ഇനി പഠിച്ചവർക്ക് ജോലി ചെയ്യാനായിട്ട് ഇൻഡസ്ട്രി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും മതിയോ? പോരാ. നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വന്നാലല്ലേ നമുക്ക് രാജ്യം ഡെവലപ്പ് ആവത്തുള്ളൂ. അപ്പോൾ പുതിയ സംരംഭം കൊണ്ടുവന്നെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്ത് വേണം? ക്രെഡിറ്റ് വേണം. നമ്മൾ മണി ആൻഡ് എക്കോണമിയിൽ പഠിച്ചതാണ്. അപ്പോൾ ക്രെഡിറ്റ് കിട്ടുന്ന എവിടുന്നാ? ബാങ്കിൽ നിന്ന്. പക്ഷെ പ്രശ്നം എന്താ? ഈ ഇൻഡിപെൻഡൻസ് വരുമ്പോഴത്തേക്കും 1949 നമ്മൾ ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണല്ലോ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കീഴിൽ 49 തന്നെ കൊണ്ടുവന്നെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട ബാങ്കുകൾ, നമ്മൾ ഇന്നത്തെ SBI പോലെയുള്ള പ്രധാന ബാങ്കുകളൊക്കെ ആരുടെ കയ്യിലായിരുന്നു? പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെയും വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെയും കയ്യിലായിരുന്നു. കാരണം ബാങ്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു സർക്കാർ സ്ഥാപനമല്ല, ഒരു വ്യക്തി തുടങ്ങുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതുപോലെ ഈ കാനറ ബാങ്ക്, SBI, ഇതൊക്കെ പല വ്യക്തികളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ബാങ്കിന്റെ കുഴപ്പം എന്താ? ഈ വ്യക്തി തീരുമാനിക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തീരുമാനിക്കുന്ന അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ഒരിക്കലും ഒരു സാധാരണക്കാരന് ലോൺ കൊടുക്കത്തില്ല. കൊടുക്കുമോ? ഇല്ല. കാരണം അവൻ തിരിച്ചടയ്ക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോൾ ഇതാ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, ദ ബാങ്ക് പ്രയോറിറ്റൈസ്ഡ് ദ റിച്ച്. ഫാർമേഴ്സ് ആൻഡ് കോപ്പൺ പീപ്പിൾസ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ലോൺസ് ആൻഡ് അതർ ബാങ്കിങ് സർവീസസ്. അപ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ അന്ന് മണി ആൻഡ് എക്കോണമി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ് അല്ലേ, പൈസക്കാർക്ക് ലോൺ കൊടുക്കാനാണ് ബാങ്കിന് ഇഷ്ടം. പക്ഷെ അങ്ങനെ കൊടുത്താൽ പറ്റത്തില്ലല്ലോ, പാവപ്പെട്ടവർക്ക് വേണ്ടേ. അപ്പം അങ്ങനെ കൊടുക്കണമെന്ന് ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞാൽ ബാങ്ക് കേൾക്കുമോ? ഇല്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി, നമ്മുടെ അയൺ ലേഡി, അന്ന് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ബംഗ്ലാദേശ് വിഷയത്തിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അയൺ ലേഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാങ്ക് ഭരിക്കുന്നതുകൊണ്ടല്ലേ ലോൺ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, അതത്ര ഇങ്ങത്താ, സർക്കാരിന് എന്ത് ചെയ്തോളാം, ബാങ്കുകളെ പറ്റി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. 1969 നമ്മൾ 14 ബാങ്കുകൾ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. പിന്നീട് ഒരു 6 ബാങ്കുകളെയും കൂടി നമ്മൾ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ ഈ ബാങ്കുകൾ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് മാറിയത്. അല്ലെങ്കിൽ RBI പറയുന്നത് കേട്ട് അല്ലെ, ബാങ്ക് സ്വന്തം ലാഭം മാത്രമല്ല, അത് ജനനന്മയ്ക്കുള്ള പരിപാടികൾ കൂടെ തുടങ്ങുന്നത് ഈ നാഷണലൈസേഷൻ വരുന്നതോടുകൂടിയാണ്. അങ്ങനെ ജനങ്ങൾക്കും ഈ പറയുന്ന ബാങ്ക് അക്സസിബിളായി, ബാങ്ക് അക്കൗണ്ടുകളായി,
ലോണ് കിട്ടാൻ തുടങ്ങി, സംരംഭങ്ങൾ തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ രാജ്യം പതിയെ 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 സാമ്പത്തികമായിട്ടും കുറച്ച് ഡെവലപ്പായി തുടങ്ങി, അല്ലെ? അങ്ങനെ അണ്ടർ ഡെവലപ്ഡ് ആയ നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് രാജ്യമായിട്ട് മാറി. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഡെവലപ്ഡ് രാജ്യത്തിന്റെ പാതയിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിന് സഹായിച്ചൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സഹായിച്ചൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യ ഉൽപാദനത്തിന്റെ വിപ്ലവങ്ങൾ അറിയാലോ, മനസ്സിലായി കാണുമല്ലോ എന്തൊക്കെയാണ് ഭക്ഷ്യ ഉൽപാദനത്തിൽ, അല്ലെ? സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് 1960 മുതൽ നമ്മൾ എന്ത് ചെയ്തു? പുതിയ കുറെ പദ്ധതികൾ കൊണ്ടുവന്നു. അത് രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു, ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു. MS സ്വാമിനാഥനെ പോലെ, ഡോക്ടർ വർഗീസ് കുര്യനെ പോലെ ഉള്ളവർ അവരെന്ത് ചെയ്തു? കൂട്ടായ പരിശ്രമത്തിലൂടെ നമ്മൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാർഷിക മേഖലയിലെ പുരോഗതിക്കും അതുപോലെ ഭക്ഷ്യ ഉൽപാദന രംഗത്തോ പര്യാപ്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹരിത വിപ്ലവം കൊണ്ടുവരുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്ത്, അതാണ് ഹൈ ഈൽഡ് വെറൈറ്റി എന്ന് പറയുന്നത്. ജലസേചനം സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനി, ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു? കൃഷിയെ ആധുനികവൽക്കരിച്ചു. 1960 മുതൽ 70 വരെ ഒന്നാം ഘട്ടവും 70 മുതൽ 80 വരെ രണ്ടാം ഘട്ടത്തിലുമാണ് ഇത് നടന്നത്, 2 ഘട്ടങ്ങളിലായിട്ട്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇതിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അടുത്ത ഹരിത വിപ്ലവം പോലെ തന്നെ പാലിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ധവള വിപ്ലവം. ആരാണ്? നമ്മുടെ വർഗീസ് കുര്യൻ. അതുപോലെ മീനിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് വന്നതാണ് നീല വിപ്ലവം, അല്ലെങ്കിൽ ബ്ലൂ റവല്യൂഷൻ. സെറ്റ് അല്ലേ? അടുത്ത് പഠിച്ചത് എന്തായിരുന്നു? ബാങ്കുകളുടെ ദേശീയവൽക്കരണം, അല്ലെ? ഇപ്പൊ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ബാങ്കുകൾ എന്തായിരുന്നു? വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും കയ്യിലായിരുന്നു. അപ്പൊ എന്താണ്? സമ്പന്നർക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. അപ്പൊ അത് പ്രശ്നമല്ലേ? ഇപ്പൊ സാധാരണക്കാർക്ക് വായ്പ കിട്ടുമോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ എന്ത് ചെയ്തു? 69 ഒന്നാം ഘട്ട എന്താണ് ദേശസാൽക്കരണം ചെയ്യുകയും പിന്നീട് 6 ബാങ്കുകൾ പിന്നീട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന എന്താണ് ബാങ്കുകളുടെ മാറ്റങ്ങൾ വന്നു. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം അപ്പൊ ആസൂത്രണ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയമാണ് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്ത് രൂപീകരിച്ചത്. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരു മിക്സഡ് എക്കോണമി ഈ പറയുന്ന സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എത്തിയപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ 1990കളുടെ കാലത്ത് ചില മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ മണി ആൻഡ് എക്കോണമി പഠിച്ചു, ന്യൂ ജനറേഷൻ ബാങ്കുകൾ വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങൾ കൊണ്ടുവരുന്നു: ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ അന്ന് വരെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം രാജ്യങ്ങൾക്ക് അക്സസിബിൾ അല്ലായിരുന്നു. അതായത് പുറത്തുനിന്ന് ഒരു സാധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനോ പുറത്തുള്ള രാജ്യത്ത് ഇവിടെ വന്ന് കച്ചവടം നടത്താനൊന്നും അത്ര ഇതായിരുന്നില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, അല്ലെ? പണ്ട് കച്ചവടത്തിനെന്ന് പറഞ്ഞ് കുറേ എണ്ണം ഇങ്ങോട്ട് വന്നതായിരുന്നു. തലവേദനയായിട്ടാണ് നമ്മൾ 100 വർഷങ്ങളല്ലേ 200 വർഷങ്ങൾ മെനക്കെട്ടിട്ട് എന്ത് ചെയ്ത് ഒന്ന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അയച്ചതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഉടനെ ഇങ്ങോട്ട് വരണ്ടെന്നായിരുന്നു ഇന്ത്യക്കാരുടെ രീതി. എന്നാൽ ഒരു 90 ആയപ്പോൾ നമ്മുടെ ഇന്ത്യ അത്യാവശ്യം സ്ട്രോങ് ആയി. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ പുതിയ മാർക്കറ്റുകൾ വിദേശത്ത് കണ്ടുപിടിക്കണം. അതുപോലെ വിദേശ നാണ്യം ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് വിദേശ കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് മൻമോഹൻ സിംഗ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സംഭവം കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ മാറ്റം വരുത്താൻ പോവുക. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫോളോയിങ് എൻ എക്കണോമിക് പോളിസി ബേസ്ഡ് ഓൺ പ്ലാനിങ്. ദീസ് പോളിസീസ് ഹെൽപ്പ് സ്ട്രെങ്തൻ ദ പബ്ലിക് സെക്ടർ. പക്ഷേ പബ്ലിക് സെക്ടർ പോയെങ്കിലും പബ്ലിക് സെക്ടറിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, സർക്കാർ വക എന്ത് കാര്യത്തിനും ഗുണമുണ്ടെങ്കിലും സാധാരണക്കാരന് ഗുണം കിട്ടുമെങ്കിലും ഒരു പരിധിക്കപ്പുറം വളർച്ച കൈവരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, അല്ലെ? സർക്കാർ ആശുപത്രി നിങ്ങൾ പോകും, സർക്കാർ സ്കൂളിൽ നിങ്ങൾ പോകും, സർക്കാർ കമ്പനികൾ നിങ്ങൾ പോകും, എല്ലായിടത്തും ഒരു പരിധിക്കപ്പുറം ഒരു വളർച്ച പോസിബിൾ അല്ല, സത്യസന്ധമായ കാര്യമാണ്. അപ്പൊ നമുക്ക് പ്രൈവറ്റും കൂടെ വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 1990 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുതിയ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ പുതിയ എക്കണോമിക് പോളിസികൾ കൊണ്ടുവന്നു. അതിന്റെ ഫലമായിട്ട് ലിബറലൈസേഷൻ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പുറത്തുള്ള കമ്പനിയൊക്കെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര നിയമ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ ഒന്ന് ലിബറലാക്കി കൊടുത്തു. ഇന്ത്യയിൽ പുതിയൊരു വ്യവസായം തുടങ്ങാനും കേന്ദ്രീകൃത പ്ലാനിങ്ങിൽ വരുമ്പോഴത്തേക്കും പുതിയ ഒരു സംരംഭം തുടങ്ങാന്നൊക്കെ വെച്ചാൽ ഒരുപാട് നിയമക്കുരുക്കളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് അയവ് വരുത്തി ലിബറലാക്കി. ലിബറലാവുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു അയവ് വരുത്തി ലിബറലൈസേഷൻ കൊണ്ടുവരും. സാധനങ്ങളൊക്കെ പ്രൈവറ്റായി തുടങ്ങാം, കാറ് കമ്പനികൾ. കാരണം ഹെൽത്ത്, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ കയ്യിൽ മാത്രമായിരുന്നു 90-ന് മുന്നേ വരെ. അപ്പൊ അതൊക്കെ പ്രൈവറ്റുകാർക്ക് തുടങ്ങാനായിട്ട് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരും. വിദേശ കമ്പനികൾക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്നുള്ള വിദേശത്ത് പോകാനും ഒക്കെ ഉള്ള ഗുണങ്ങൾ വരുത്താൻ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്നു. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ലോകം മൊത്തം ഒരു മാർക്കറ്റായി മാറുന്ന കാര്യം, അല്ലെ? അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയെ കൊണ്ടുവന്ന് വിൽക്കാം, ഇന്ത്യ ഉള്ളത് പുറത്തു കൊണ്ടുപോകാം, അങ്ങനെ ഒരു സംഭവം വന്നു. അതുകൂടെ നമ്മുടെ ഇന്ത്യ എന്ത് പറ്റി? പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് പലതും എന്തായി? പ്രൈവറ്റൈസ് ആയിട്ട് മാറി. മാരുതി ഉദ്योग എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, അതാണ് ഇന്നത്തെ മാരുതി സുസുക്കി, ഇന്നത്തെ മാരുതിയുമായിട്ട് മാറി. അങ്ങനെ പല പല കമ്പനികളും പതിയെ തിരിച്ച് പ്രൈവറ്റൈസേഷൻ തുടങ്ങി. ബാങ്കുകളും പ്രൈവറ്റ് മേഖലയിൽ നന്നായിട്ട് വന്നു തുടങ്ങി. അപ്പം നമുക്ക്
ജനങ്ങൾക്ക് സേവനങ്ങൾ കുറച്ചുകൂടി അല്ലെ, പ്രൈവറ്റ് ആകുമ്പോൾ സേവനങ്ങൾ കുറച്ച് നല്ല രീതിയിൽ അവർ തരും. അങ്ങനെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റല്ലേ? അപ്പോൾ അതിൻ്റെ നോട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നോട്ട് കൂടെ നോക്കിയോ. ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യം. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1960 മുതൽ ഇന്ത്യ പല പല സ്റ്റെപ്പുകൾ എടുത്തു എന്തിനു വേണ്ടിയിട്ട്, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റവല്യൂഷനുകൾ എന്ന് വിളിക്കുന്നത്. ഇതിന് നാഷണൽ ലീഡേഴ്സിൻ്റെയും ശാസ്ത്രജ്ഞന്മാരുടെയും സഹായം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആദ്യം വന്നതാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ 1960 മുതൽ 80 വരെ. എന്തായിരുന്നു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്രീസ് ദ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ. പ്രധാന ഫീച്ചേഴ്സ് എന്തായിരുന്നു? HYV സീഡുകൾ, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ മോഡേൺ അഗ്രികൾച്ചർ മെഷീൻസ് നമ്മൾ കൊണ്ടുവന്നു. അതിൻ്റെ ഫാദർ ആയിരുന്നു ഡോക്ടർ MS സ്വാമിനാഥനെയാണ് നമ്മൾ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. 60 to 70, 70 to 80 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണിത് നടന്നത്. മറ്റൊന്നായിരുന്നു വൈറ്റ് റവല്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു. ബ്ലൂ റവല്യൂഷൻ എന്തിനായിരുന്നു? മീനിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു. ബാങ്കുകളുടെ ദേശസാൽക്കരണം. അപ്പോൾ എന്താണ് ബാങ്കിങ് ബിഫോർ നാഷണലൈസേഷൻ എന്തായിരുന്നു? ദേശസാൽക്കരണത്തിന് മുൻപ് വരെ ബാങ്ക് എന്ന് പറയുന്നത് വെൽത്തി ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെയും കയ്യിലായിരുന്നു. അവർ സാധാരണക്കാർക്കൊന്നും ലോൺ കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി 69 ബാങ്ക് നാഷണലൈസേഷൻ കൊണ്ടുവന്നു പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. 14 ബാങ്കുകൾ ആദ്യഘട്ടത്തിൽ നാഷണലൈസ് ചെയ്തു, പിന്നീട് 6 ബാങ്കുകളും ചെയ്തു. അങ്ങനെ ബാങ്കിങ് സർവീസ് എല്ലായിടത്തും ഗ്രാമപ്രദേശങ്ങളിലോട്ട് എത്തി. 90 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞ് ആദ്യം കൊണ്ടുവന്ന രീതിക്ക് ഒരു മാറ്റം കൊണ്ടുവന്നു. മിക്സഡ് എക്കോണമിക്കല്ല, സെൻട്രലൈസ്ഡ് പ്ലാനിങ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന അതിനൊരു മാറ്റം കൊണ്ടുവന്നു. ന്യൂ എക്കണോമിക് പോളിസികൾ നമ്മൾ കൊണ്ടുവന്നു. എന്തായിരുന്നു? സ്ട്രോങ് പബ്ലിക് സെക്ടർ എന്നുള്ളതൊന്ന് അയവ് വരുത്തി കൊടുത്തു. അങ്ങനെ 90-ന് ശേഷം പുതിയ എക്കണോമിക് പോളിസി വന്നു. അതിൽ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അങ്ങനെ പബ്ലിക് സെക്ടറിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? പ്രൈവറ്റിനെയും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളും വരുത്തി. അങ്ങനെ നമ്മൾ കൃഷി മാറ്റി, എന്താണ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി. ഇനി വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്ന ആരാണ്? അത് ബ്രിട്ടീഷ് റൂളിൻ്റെ കാലത്ത് തന്നെയാണ്. കമ്മീഷൻ്റെ പേരൊന്നും പഠിക്കാനില്ല, അതുകൊണ്ട് പറയുന്നുമില്ല. അതിനുശേഷം നമുക്കറിയാമല്ലോ, പണ്ടത്തെ രീതി ഗുരുകുല സമ്പ്രദായവും പരിപാടിയൊക്കെ മാറിയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അപ്പോൾ അതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഇന്ത്യയിലും പല പല കമ്മീഷൻസ് വന്നിട്ടുണ്ട്. പേരൊന്ന് പഠിച്ചു വയ്ക്കണം. ആദ്യം വരുന്നതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതിൻ്റെ പ്രകാരമാണ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ രൂപീകരണം 1948. ഡിഗ്രിയും അല്ലെ മെഡിക്കലും ഒക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ രാധാകൃഷ്ണ കമ്മീഷൻ. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 52 സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു. അതായത് ഈ 10 വരെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണം. കാരണം നമുക്കറിയാമല്ലോ 52 നമ്മൾ 2ാം പഞ്ചവത്സര പദ്ധതി തൊട്ട് നമ്മൾ തൊഴിലില്ലായ്മ മാറ്റാൻ നോക്കുക. അപ്പോൾ ഇൻഡസ്ട്രിയൊക്കെ വരണം. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് 10ാം ക്ലാസ്സും അല്ലെങ്കിൽ ഈ പറയുന്ന സാധാ ഡിഗ്രി കൊണ്ട് കാര്യമില്ല. ടെക്നിക്കൽ സാധനങ്ങൾ വേണം. ITI അല്ലെ, പോളിടെക്നിക്, അതുപോലെ അങ്ങനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വന്നു. ജസ്റ്റ് അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മതി. DS കോത്താരി കമ്മീഷൻ 64. നമ്മളിപ്പോഴത്തെ 10 അല്ലെ, +1 +2 അത് കഴിഞ്ഞ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ രീതിയൊക്കെ കൊണ്ടുവന്ന് നാഷണൽ പാറ്റേൺ കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. DS കോത്താരി കമ്മീഷനാണ്. ഇനി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 86 വരുന്നു. പ്രൈമറി എഡ്യൂക്കേഷനും വൊക്കേഷണൽ എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. പ്രൈമറി എഡ്യൂക്കേഷനും സെക്കൻഡറി എഡ്യൂക്കേഷനൊക്കെ രീതികൾ മാറ്റാനായിട്ടൊരു പ്ലാൻ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മളെ +1 +10 ഒക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ തീരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പല പല കമ്മീഷൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, കോത്താരി കമ്മീഷൻ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നാഷണൽ പാറ്റേൺ ഫോർ എഡ്യൂക്കേഷൻ മാറ്റുന്നു. 64 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 86-ലും 20-ലും വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഏതാണ്ട് അരമണിക്കൂറോളം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ സ്പേസ് റിസർച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിദേശ നയങ്ങളുമാണ് വരുന്നത്. അത് ഇന്നുകൂടെ അതും കൂടി പറഞ്ഞാൽ എനിക്ക് രസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്ത ക്ലാസ് നമുക്ക് എത്തിയാൽ ആ ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ള് പരീക്ഷയ്ക്ക് ഉണ്ടാവുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ടേം 2ൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ നവംബർ പകുതി ആവുന്നേ ഉള്ളൂ. ഡിസംബറിന് മുന്നേ നമ്മൾ ഉറപ്പായിട്ടും ഈ ചാപ്റ്റർ ഒക്കെ തീർത്ത് നമ്മൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്